they will say, my friend told me that I should do weekly repayment, my loan will be paid off. That's not how it works. ഇവർ പറയുന്നത് നിങ്ങളുടെ വേരിയബിളിലാണെങ്കിൽ ലോണിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എവറി ഡേ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും എവറി ഡേ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വീക്കിലി അടയ്ക്കുമ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റിൽ കുറവ് വരണ്ടേ? Then we do the next step for them, get rid of that loan quicker. Business, we have a team who are first home buyer specialists, investor specialists, SMSF specialists. നമസ്കാരം, എല്ലാവർക്കും ജിൽസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളികൾ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറി വന്നിരിക്കുന്നത് വളരെ നല്ലൊരു ലൈഫിന് വേണ്ടിയാണ്. ഇവിടെ വന്നതിന് ശേഷം നമ്മൾ വീട് മേടിക്കും, അതിസുന്ദരവും മനോഹരമായിട്ടുള്ള വീട് മേടിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. മേടിച്ചതിന് ശേഷം നമുക്ക് എത്രയും പെട്ടെന്ന് അതിൻ്റെ മോർഗേജ് അടച്ചു തീർക്കണം, അതിനുശേഷം നമുക്ക് ഫ്രീ ആയിട്ട് ജീവിക്കണം എന്നുള്ളതാണ്. അപ്പോൾ മോർഗേജ് എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കാനായിട്ടുള്ള സ്ട്രാറ്റജി ആയിട്ട് നമ്മളുടെ മെയിനായിട്ട് പറയുന്നത് നമ്മൾ മന്ത്ലി പേയ്മെൻറ്റ് മാറ്റി അത് ഫോർട്ട്നൈറ്റിൽ വീക്കിലി ആക്കണമെന്നാണ്. ശരിക്കും അത് നമുക്ക് ഗുണകരമായിട്ടാണോ വർക്ക് ചെയ്യുന്നത്? നമ്മൾ സാധാരണ പറയുന്ന പോലെ അത്ര സിമ്പിളാണോ ഈ മന്ത്ലി റീപേയ്മെൻറ്റ് ഫോർട്ട്നൈറ്റിലും വീക്കിലി ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ? ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് എൽദോയാണ്. അദ്ദേഹം ഈ മോർഗേജ് ബ്രോക്കറിങ്ങിൽ ഒരുപാട് നാളായിട്ട് വർക്ക് ചെയ്യുന്നു, ഒരുപാട് ഇതേക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ പല പ്രമുഖരുമായിട്ട് അതെങ്ങനെയാണ് കറക്റ്റ് സ്ട്രക്ചറിൽ വർക്ക് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച്. എൽദോ, നമസ്കാരമുണ്ട്. നമസ്കാരം. അല്ല, വളരെ സന്തോഷമാണല്ലോ. ആ സ്പ്രിങ്ങിൻ്റെ ഒരു ഗുണം അല്ലേ? ആബ്സല്യൂട്ട്ലി. നല്ല വെതർ ഉണ്ട്, ഇഷ്ടംപോലെ പൂക്കളുണ്ട്, പിന്നെ ഗിൽസ് ഉണ്ട്. പിന്നെ വളരെ ഗ്രീനിഷ് ആണ് അല്ലേ? വളരെ ഭംഗിയായിട്ടല്ലേ? ഞങ്ങൾ വെരി ഓർഗാനിക് സംസാരമുണ്ട്. അപ്പോൾ നമ്മളിവിടെ മലയാളികൾ വന്നിരിക്കുന്നത്. അപ്പോൾ എൽദോ എന്താണ് ശരിക്കും ചെയ്യുന്നത്? അതൊന്ന് എൽദോ നന്നായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തേ. വി ആർ സ്പെഷ്യലൈസ്ഡ് ഇൻ മോർഗേജ് ബുക്കിംഗ് ആൻഡ് ലോൺസ് എങ്ങനെ റൈറ്റ്ലി സ്ട്രക്ചർ ചെയ്യണം, അതാണ് ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി. വിതിൻ അവർ ബിസിനസ് വി ഹാവ് എ ടീം ഹു ആർ ഫസ്റ്റ് ഹോം ബയർ സ്പെഷ്യലിസ്റ്റ്, ഹു ആർ investor specialist, SMSF specialist, and then strategy specialist also ഉണ്ട്. Just how to actually get debt zero strategy. That means ഞങ്ങൾ എങ്ങനെ ഞങ്ങളുടെ ലോൺ തീർക്കണം as soon as possible. So and that's by actually doing the whether it's an investment portfolio or actually by doing small lakhs which you can do every day without doing too much of efforts. Okay. അതായത് നിങ്ങൾ ഒരു വീട് മേടിക്കാൻ വേണ്ടി ലോണിനായിട്ട് ഒരാൾ നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങളൊരു ശരിക്കും ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാനായിട്ടുള്ള സെറ്റപ്പിലാണ്. അതല്ലെങ്കിൽ ആ വ്യക്തിയുടെ ലോൺ പെട്ടെന്ന് അടച്ചു തീർക്കുക, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള സെറ്റപ്പ്, അതിനകത്തൊരു നല്ലൊരു സ്ട്രക്ചറിലാണ് നിങ്ങൾ എപ്പോഴും ലോൺ എടുത്ത് കൊടുക്കുന്നത്. വരുന്ന ആൾക്ക് ജസ്റ്റ് ഒരു വീട് മേടിച്ചു കൊടുക്കുക, പണി തീർക്കുക, അങ്ങനെ ഒരു പ്രസ്ഥാനമല്ല. പുതിയ ആൾക്കാർ when they come for a first home usually by the time ഞങ്ങൾ ഒരു ഫസ്റ്റ് ഹോം ഡേ എന്ന പ്രോസസ്സ് ഉണ്ട്, എന്ന ബെനിഫിറ്റ്സ് ഉണ്ട്, എന്ന പ്രോസസ്സ് ഉണ്ട്, അത് പറയുമ്പോൾ അത് യൂഷ്വലി ഒത്തിരി ഇൻഫർമേഷൻ ഓൾറെഡി ഉണ്ട്. സോ ഞങ്ങളുടെ യൂഷ്വലി സ്റ്റെപ്പ് ഇസ് ജസ്റ്റ് ടു ഫോക്കസ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ ഇൻഫർമേഷൻ. ബട്ട് വൺസ് ദാറ്റ് ഇസ് ഡൺ, then we do the next step for them, which is how to actually get rid of that loan quicker. ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ വീട് മേടിക്കുന്നത്. വീട് മേടിച്ചതിന് ശേഷം നമുക്ക് എത്രയും പെട്ടെന്ന് ലോൺ ഒന്ന് അടച്ചു തീർക്കണം. അപ്പോൾ പറയുന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ മന്ത്ലി പേയ്മെൻറ്റ് മാറ്റി വീക്ക്ലി പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഫോർട്ട്നൈറ്റ്ലി പേയ്മെൻറ്റ് ആക്കണം എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ശരിക്കും ചുമ്മാ വെറുതെ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പൈസ സേവ് ചെയ്യുന്നുണ്ടോ, നമ്മുടെ ഇയേഴ്സ് സേവ് ചെയ്യുന്നുണ്ടോ, മോർഗേജ് നേരത്തെ അടച്ച് തീരുമോ? It's an incomplete knowledge which is more dangerous than zero knowledge. So ഞാൻ ഒരു കാര്യം പറയാം. when ഞങ്ങൾ ബാങ്ക് പറയും ഞങ്ങൾ ഒരു മന്ത്ലി റീപേയ്മെൻറ്റ് ചെയ്യുക, so and they will say, my friend told me that I should do weekly repayment, my loan will be paid off. That's not how it works, because if for example ഞങ്ങൾ ഒരു $500,000 day repayment is around, let's say 5.5%, around $2,800 approximately, I'm just working, is under. So when ഞങ്ങൾ അത് വീക്ക്ലി റീപേയ്മെൻറ്റ് ബാങ്ക് പറയും, that will not be, people will assume that is means divided by 4. Actually that will be way lesser than. So bank will automatically calculate that in such a way that no interest is getting saved. Okay. So you're still saying the same money, you're not saving any single cent by paying weekly. So just by turning your repayments from monthly to weekly and fortnightly doesn't do the job to save you money. What exactly has to do is additional step of calculation on that. So for example, if $2,800 is the repayment monthly, only thing you have to do is divide that $2,800 into 4 and do your repayment as per that weekly. When you do that, then let's say in this case for a $500,000 you would end up saving almost $100,000 plus in interest. Okay. And plus 5 years plus in
your repayments. So that means your loan term become automatically 25 years. Even the bank days decided loan term and the loan contract says 30 years loan term, you're not stuck with that loan term. Other clients can manslaka that in the loan term 30 years, so I have to pay in 30 years. Angne illa. Okay. You can pay off that loan in 1 year, 1 day, 2 days, or 5 years. Doesn't matter. You can. There's no early, or other than the admin fee, there's no early penalties to you to pay off. Until now, obviously, if it is a fixed rate. Okay. But if it is a variable rate, you can pay off your loan immediately. ഓക്കെ, ഒരു കാര്യം പറയാനുള്ളത്, ഇവർ പറയുന്നത് നിങ്ങളുടെ വേരിയബിളിലാണെങ്കിൽ ലോണിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എവറി ഡേ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും എവറി ഡേ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വീക്കിലി അടയ്ക്കുമ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റിൽ കുറവ് വരണ്ടേ ശരിക്കും പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫോർട്ട്നൈറ്റ്ലി അടയ്ക്കുമ്പോൾ കുറവ് വരണ്ടേ? So let me make it simpler. $2,000 monthly repayment. So if you divide by 4 is 500 per week as per the cash flow budget. Obviously there, I don't want to confuse your viewers. Okay. I want to keep it simple, so that's why I'm talking simple numbers. But when we tell the bank, can we do the weekly repayments? So bank will not say 500 per week. They will say 400 per week. Okay. So they have reduced the repayment in such a way that it still make them same amount of interest profit. ഇപ്പം നമ്മൾ മന്ത്ലി പേ ചെയ്യുന്നതെങ്കിൽ നമ്മളത് 52 വീക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ബാങ്ക് നമ്മളിൽ നിന്നും വീക്കിലി ചാർജ് ചെയ്യുന്നത്. That is correct. So what they have done is, let's say exactly same distribution chedu, and exactly you have to pay the interest on that particular thing every day. So at the end of the year or end of the day, it's calculated the same interest. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഇതുപോലത്തെ കാൽക്കുലേറ്റേഴ്സ് ഓൺലൈൻ എല്ലാവർക്കും കാണും. ലോൺ റീപേയ്മെൻറ്റ് കാൽക്കുലേറ്റർ കാണും. യു ക്യാൻ ടൈപ്പ് ഗൂഗിൾ ഓൾസോ എക്സ്ട്രാ ലോൺ റീപേയ്മെൻറ്റ് കാൽക്കുലേറ്റർ, ആൻഡ് ഞങ്ങൾ അതിനകത്ത് ഇടാൻ പറ്റും, and you can play around with it. Okay. I think you can also share that in this video. Okay. When we discuss. സാധാരണ ബാങ്കിൻ്റെ കാൽക്കുലേറ്ററിലും അത് നമ്മൾ കൃത്യമായിട്ട് കാണിക്കും അല്ലേ? കാണിക്കും. നമ്മൾ പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നില്ലത് ഫോർട്ട്നൈറ്റ്ലി നമ്മൾ ചുമ്മാ കൊടുത്തിട്ട് കാര്യമില്ല, അത് നമ്മളെ പറ്റിക്കുന്നതാണ്. അതിങ്ങനെ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. എന്തോ പറഞ്ഞ പോലെ അത് മന്ത്ലി ഉള്ള പേയ്മെൻറ്റ് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പേ ചെയ്താലേ നമ്മൾ കുറയുന്നുള്ളൂ. അത് ഞങ്ങൾ കാൽക്കുലേറ്റർ നോക്കി, ഇറ്റ് സേവ്ഡ് us $100,000 പ്ലസ് ഇൻ ഇൻട്രസ്റ്റ്. ഞങ്ങൾക്ക് ആ $100,000 ഉണ്ടാക്കാൻ ഇത്ര ടൈം എടുക്കും. അതെ, അതായത് നിയർലി 5 years അല്ലേ? And that saves you 5 years of loan term. So നിങ്ങളുടെ automatically 30-year loan becomes 25 loan. ആ 5 വർഷം without loan, imagine how big achievement is that for. Okay. And that is the difference. ഞങ്ങളുടെ കാൽക്കുലേറ്റർ that was only the extra repayment which was coming as per standard bank weekly repayment was only $32. ഓക്കെ. ഞങ്ങളുടെ ക്ലയൻസ് ഞങ്ങളുടെ അടുത്ത് വരും ആഫ്റ്റർ ലോൺ പറയും, എൽഡോ എനിക്ക് വീക്ക്ലി ഫോർട്ട്നൈറ്റ്ലി റീപേയ്മെൻറ്റ്സ് ആക്കാൻ മതി, ബിക്കോസ് എനിക്ക് അത് ഫാസ്റ്റ്. പിന്നെ ഞങ്ങൾ ഇച്ചിരി ടൈം സ്പെൻഡ് ചെയ്യും ടു മേക്ക് ദം അണ്ടർസ്റ്റാൻഡ്. അങ്ങനെ അതിനകത്ത് ഫ്യൂ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ഹാവ് എ ഓഫ്സെറ്റ് അക്കൗണ്ട്, ഓക്കെ, then it's all good. Then that thing is working for you every day. Adnatha, whether you do extra and all, it will be better because you can see it, and your conscious mind can see that you're paying extra. But if it is sitting on your offset account or redraw account, it's actually working for you every day as well. Okay. So it's paying your loan faster because the way it's not able to charge interest on the money which is sitting in your offset on redraw. ഇപ്പോൾ നമ്മുടെ ഓഫ്സെറ്റ് അക്കൗണ്ടിൽ പൈസ കിടക്കുവാണെങ്കിൽ, റീഡ്രോയിൽ പൈസ കിടക്കുവാണെങ്കിൽ, നമ്മൾ ഈ മന്തിൽ റെഡ്യൂസ് ചെയ്ത് ഫോർട്ട്നൈറ്റിൽ വീക്കിലി ആക്കുന്നത് കൊണ്ട് ഒരു ഗുണമില്ല. എക്സ്ട്രാ പേ ചെയ്ത ഗുണമുണ്ട് obviously, but interest, because you're moving the same money from offset, avade move cheyutho the same they are not charging interest, so it's the same. But only thing parayarundi ningalde mindset engane undu. ഇപ്പോൾ ഓഫ്സെറ്റ് ഒരു ഞങ്ങളുടെ എവറിഡേ ട്രാൻസാക്ഷൻ അക്കൗണ്ടാണ്. സോ അത് ഞങ്ങളുടെ അക്കൗണ്ടിൽ കാണുന്നത് ഞങ്ങൾക്ക് ഓൾവേസ് സം ടൈം ഫീൽ ചെയ്യും ഞങ്ങളുടെ കയ്യിൽ കാശ് ഉണ്ട്, സോ ഞങ്ങൾ വെച്ച് ചെലവാക്കാം. So some people wanted to put in the redraw or put in this format, just though they don't want to see in their hands to be, so that they don't spend it. Or psychological also. So some people, okay, no, I will do it this way and do it in the repayment. So you have to decide what is the actual strength for me, because I have clients who, if they see it in offset, ഞാൻ ഓഫ്സെറ്റിൽ കാണും, ഞാൻ പോയിട്ട് വണ്ടി വാങ്ങിക്കും. ബട്ട് അത് അവിടെ റിഡ്യൂസ് ചെയ്ത് എനിക്ക് കുഴപ്പമൊന്നുമില്ല. സോ യു ക്യാൻ ഡു ദാറ്റ് ടു. ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് പുതിയ പോളിസികൾ ഇപ്പോൾ വരുന്നുണ്ട്, ഫസ്റ്റ് ഹോം ബയേഴ്സിനായിട്ട്, ഇൻവെസ്റ്റേഴ്സിനൊക്കെ ആയിട്ട്. വിക്ടോറിയയിൽ മാത്രമല്ല, ന്യൂ സൗത്ത് വെയിൽസിലായാലും, ക്യൂൻസ്ലാൻഡ്, സൗത്ത് ഓസ്ട്രേലിയ, വെസ്റ്റേൺ ഓസ്ട്രേലിയ, നോർത്തേൺ ടെറിറ്ററി, എല്ലാ സ്ഥലത്തുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയൊരു ക്വിക്കായിട്ടുള്ളൊരു വീഡിയോ ചെയ്ത് കാണാം. ഈ നമുക്കൊരു ധാരണയുണ്ടായിരുന്നു മന്ത്ലി എന്നുള്ള
എന്നുള്ള പേയ്മെൻറ്റ് മാറ്റി ഫോർനൈറ്റിലും വീക്കിലി ആക്കുമ്പോൾ ഒരുപാട് പൈസ സേവ് ചെയ്യുന്നു. അപ്പം എൽദോയെ കണ്ടു, എൽദോയുമായിട്ട് ഇതേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിന്നപ്പോൾ എൽദോ പറഞ്ഞു ദാറ്റ്സ് നോട്ട് ദ ട്രൂ കേസ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് ഇതൊക്കെ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട്, അതല്ല ഒരു ഫസ്റ്റ് ഹോം ബയർ ആണെങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ പോളിസികൾ എന്താണ് വരുന്നതിനെക്കുറിച്ച് അറിയാനായിട്ട്, അത് ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് റീമോർഗേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റീഫിനാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൽദോയെ വിളിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരും. അതേപോലെ തന്നെ അത് സ്ട്രക്ചറൈസ് ചെയ്യാനായിട്ടും എൽദോ നിങ്ങളെ സഹായിക്കുന്നതാണ്. എൽദോ പിന്നെ എന്താ പറയാനുള്ളത്? ഫസ്റ്റ് ഹോം ഗ്യാരണ്ടി സ്കീമിൻ്റെ ഫ്രം 1st of October government has actually announced that there won't be any income cap for the first home guarantee scheme. അത് ഒത്തിരി ആൾക്കാർക്ക് വലിയ ബെനിഫിറ്റ്സ്. പിന്നെ ഞങ്ങളുടെ property cap in every state has been increased. So New South Wales it has gone up to $1.5 million. Victoria it has gone up to $900,000. Queensland has gone to $1 million, you know, and other state as well. So next 3 months is very crucial in buying your first home. And if anybody wants to really go for their first home, I think it's the right time, and you know, like we can guide them for that. What we discussed as well, like ഞങ്ങളുടെ ഒത്തിരി മലയാളീസ്ക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ട്, ലൈക്ക് ക്വീൻസ്ലാൻഡ് പോകണം. So there's a lot of clients who's actually working in Victoria and want to go to first, want to buy their first home in Queensland. They can still get that first home stamp duty benefits in this the way they can buy it as an investment in Queensland. So obviously it's a complicated structure, so I don't want to talk too much about here. But if anybody has that kind of strategy, they can get in touch with us and we can make it simplified for them. Okay, ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ, അതല്ല ഈ വീഡിയോ കണ്ട് ആർക്കെങ്കിലും ഗുണം കിട്ടും എന്ന് തോന്നുവാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. കാരണം നമ്മുടെ ഇടയിലുള്ളൊരു മിത്താണ് നമ്മൾ മന്ത്ലി എന്നുള്ളത് മാറ്റി ഫോർനൈറ്റിലും വീക്കിലി ആക്കുമ്പോൾ നമ്മൾ പൈസ സേവ് ചെയ്യുന്നുള്ളത്. അത് ആക്ച്വലി അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മോർഗേജ് ബ്രോക്കേഴ്സ് അറിയാം. അപ്പോൾ അതുകൊണ്ട് എൽദോയെ വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും പറഞ്ഞു തരാൻ വളരെ സന്തോഷമുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്വപ്നസുന്ദരമായൊരു വീടുണ്ടാകട്ടെ. എല്ലാവരും നന്നായിട്ട് അതിനകത്ത് പീസ്ഫുള്ളി ജീവിക്കാനായിട്ട് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. Thank you so much. Thank you. താങ്ക് യു. Thank you. ഓക്കെ.